നിങ്ങളൊരു മരണം, കെട്ടിത്തൂങ്ങി മരണം, ഒരു ആക്സിഡന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുവിന്റെ ആക്സിഡന്റോ നിങ്ങൾ ലൈവിൽ കണ്ടിട്ടുള്ള ട്രോമ ഉണ്ടെങ്കിൽ അത് വിവാഹത്തിന് ശേഷം ട്രിഗറാവും. അടുത്തൊരു വൈറസ് കൂടി ഇനി പ്രവചനം തന്നെ പുതിയൊരു വൈറസ് വരുന്നുണ്ട്. അത് പല രാജ്യങ്ങളും അത് കീഴടക്കും. ഇതിൽ ചിലപ്പോൾ വിവാദമാവാൻ സാധ്യതയുണ്ട്. ബട്ട് എങ്കിലും ഞാൻ പറയുന്നത് ബ്ലഡ് ദാനം ചെയ്യുമ്പോൾ, ബ്ലഡ് എടുക്കുന്ന സമയത്ത് ആരുടെ ബ്ലഡ് നടത്ത് അയാളുടെ സ്വഭാവമായിട്ട് നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ടാവും. ഇനി സംശയമുള്ള ആളുകൾ, ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ആഫ്രിക്കൻ മുഷു എന്ന സംഭവമില്ല, ആഫ്രിക്കയുടെ മുഷു, ഇതിനെ സ്ഥിരമായിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയ നമ്മുടെ ചിന്തകൾ തന്നെ മാറും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രോമ ഉണ്ടാവും. ആ ട്രോമ ഇല്ലാന്ന് ഒരാളും പറയില്ല, എല്ലാവർക്കും ഒരു ട്രോമ ഉണ്ടാവും. ഹിറ്റ്ലർക്ക് പോലും ഉണ്ടാവും. ഈ പ്രേക്ഷകരോട് പറഞ്ഞത്, നിങ്ങൾ യൂട്യൂബ് ചാനൽ അറിയുന്ന ആളുകളാണെങ്കിൽ എന്റെ ഗുരു എന്ന് പറയുന്നത് ഡിസ്കഷൻ വിത്ത് കീത്ത് ബാരി, അതെവിടെയാണ് ഡിസ്കവറി ചാനലിൽ ചെയ്യുന്ന ഒരാൾ. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. ഈ കേരളത്തിലെ മെന്റലിസ്റ്റുമാരൊക്കെ ചവിട്ടി ദൂരക്കറി. കാരണം അയാൾ ഇതിന്റെ സീക്രട്ട് പറയുന്നുണ്ട്. ആ ജാതകത്തിൽ അദ്ദേഹത്തിന്റെ ആ 12 കള്ളിയില് ഇതെല്ലാം ഇൻഡിക്കേഷൻ കാണിക്കും. അങ്ങനെ അദ്ദേഹം ജനിക്കുള്ളത്. നിങ്ങൾ എന്ത് കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഭാര്യയും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിനനുസരിച്ച് കുട്ടിയോടെ ഉണ്ടാവുക. സന്താനത്തിനെ കൊണ്ട് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യിപ്പിക്കുന്നത് അതല്ലേ കർമ്മമായിട്ട് വരുന്നത്. സന്താനം ഉണ്ടാക്കണം എന്നൊരു ഇതിലും പറഞ്ഞില്ലേ. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ സംഭവം ആ വ്യക്തിയാണ്, അല്ലാണ്ട് ആ ഊർജമല്ല. തെറ്റി. ആ വ്യക്തി അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനം. അതിൽ 10 സ്റ്റുഡന്റ് എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുകയും 10ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ മറ്റുള്ളവരെ ജാതകം നോക്കി, അതായത് എന്നേക്കാൾ നന്നായിട്ട്, എങ്ങനെ ഞാൻ നോക്കും, ലൈവിലൊന്നും അവർ വരാറില്ല, ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് 10 സ്റ്റുഡന്റ് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് പാർട്ടിന് ശേഷം നമ്മൾ വീണ്ടും ഒരുപാട് സംഭവ ബഹുലമായിട്ടുള്ള ഒരുപാട് ആഴപ്പരപ്പുള്ള കുറേ ചോദ്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് എത്തിയിരിക്കുകയാണ്. താങ്ക് യു. ഇപ്പം ലോകം നിയന്ത്രിക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ട്രംപ്, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ഫ്യൂവലൊക്കെ കൺട്രോൾ ചെയ്യുന്നു, ഇപ്പം ഇറാൻ്റെ പരമോന്നത നേതാവ്, ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഇപ്പോൾ റഷ്യൻ പ്രധാനമന്ത്രി, അപ്പം ഇവർക്കൊക്കെ ഇവർ ഭയങ്കര സുപ്രീമസിയിൽ നിൽക്കുകയാണ്. അപ്പം ഇവർ സ്വയം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെ ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ബ്ലാക്ക് മാജിക് ട്രൈ. അതായത് ചോദ്യം ഞാൻ അങ്ങോട്ട് തന്നെ ചോദിക്കാം. ഈ കേരളത്തിലെ ഒരു മന്ത്രവാദി വിചാരിച്ചാൽ ട്രംപിനെ പോലുള്ള ഒരാളെ തകർക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇവിടെയാണ് എൻ്റെ തിയറി വ്യത്യസ്തമാണ്. കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ, ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ലോകം മുഴുവൻ എത്ര ബ്രെയിൻ ട്രംപിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, എത്ര ബ്രെയിൻ ട്രംപിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നുണ്ട്, അത്രയും ബ്രെയിൻ ഇവിടെ ഉണ്ടാവണം എന്നർത്ഥം. പോയിന്റ് മനസ്സിലായോ? ഇപ്പോൾ തമിഴ്നാട് CM വിജയ് എന്ന് പറയുക, ഈ വിജയനെ തകർക്കണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാനാണ് മന്ത്രവാദി, കൂടോത്രവാദി ഞാനാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വിജയനെ തകർക്കാനുള്ള എനർജി ഇവിടെ രൂപം കൊള്ളിക്കും. അതായത് ഞാൻ ആ എനർജിനെ ഉണ്ടാക്കുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി CMന് എത്രത്തോളം തലച്ചോറ്, എത്രത്തോളം ബ്രെയിൻ, എത്രത്തോളം ആളുകൾ പുള്ളിക്കാരനെ സ്നേഹിക്കുന്നുണ്ടോ, അതിൻ്റെ ഊർജം എത്രയുണ്ടോ, ആ ഊർജം ഞാനിവിടെ അഗ്നികൂടത്തിൽ ഉണ്ടാക്കണം. പറ്റുമോ? അപ്പൊ എന്നെ പോലെ എത്ര പേര് വേണം? അപ്പൊ എന്നെ പോലെ ഒരു 500 ആളുകൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നമ്മുടെ CMനെതിരെ വേണ്ടിയിട്ട് ഒരേ സ്ഥലത്ത് പൂജയും മന്ത്രവാദവും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അത് മേ ബി പോസിബിൾ. ബട്ട് ഒരാൾ വിചാരിച്ചാൽ അത്രയും വലിയൊരു തലേനെ തകർക്കാൻ പറ്റില്ലെന്ന്. കാരണം മനസ്സിലായി, അയാൾ ഉണ്ടാക്കുന്ന ഊർജ്ജത്തിനേക്കാളും വലുതാണ് ഈ പ്രകൃതി അയാളുടെ സംരക്ഷണം. ആ പ്രകൃതി അയാളെ സംരക്ഷിക്കുന്ന ഊർജ്ജത്തിനേക്കാളും വലിയ ഊർജ്ജം ആർക്കാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്, ആ ഊർജ്ജമാണ് അവരെ തകർക്കുക. അപ്പൊ അങ്ങനെ തകർക്കാൻ പറ്റുന്ന അർത്ഥം. പോയിന്റ് മനസ്സിലായോ? അപ്പൊ ബ്ലാക്ക് മാജിക് നല്ലതാണോ തെറ്റാണോ? അതാ പറഞ്ഞത്, ആ വ്യക്തിയാണ് പ്രധാനം. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ സംഭവം ആ വ്യക്തിയാണ്, അല്ലാണ്ട് ആ ഊർജ്ജമല്ല. തെറ്റ്. ആ വ്യക്തി അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനം. ഇപ്പോൾ താങ്കൾ വന്നിട്ട്, ഞാനിപ്പോൾ ബ്ലാക്ക് മാജിക്, എനിക്ക് ബ്ലാക്ക് മാജിക് ഇല്ല കേട്ടോ, അങ്ങനെ സംഭവമില്ല. പക്ഷെ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ താങ്കൾ എന്ത് നിർദ്ദേശിക്കുന്നത്? എൻ്റെ അമ്മായിമ്മയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മായപ്പനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാപ്പനുണ്ട്, ആ വ്യക്തി പ്രശ്നമാണ്, ആ വ്യക്തിക്കെതിരെ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് അവിടെ അതൊരു നെഗറ്റീവ് ആവുന്നത്. അല്ലാതെ എൻ്റെ ഫാമിലിയും താങ്കളുടെ ഫാമിലിയും താങ്കളുടെ മകനെയും താങ്കളുടെ ഫാമിലിയും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് കരുതി ഒരു ഹോമം വീട്ടിൽ കഴിക്കുന്നുണ്ട്, യാതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഉത്തരം മനസ്സിലായില്ലേ? താങ്കൾ എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ മന്ത്രവാദിയായി എൻ്റെ അടുത്ത് വരുന്നത് എന്നാണ് പ്രധാനം. അല്ലാണ്ട് ഇവിടെ ഒരു മന്ത്രവാദിക്ക് ഇരുന്നിട്ട് വെറുതെ പൂജ ചെയ്തിട്ട് ഇന്നാളെ കൊല്ലേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു വ്യക്തി എന്തിനാണോ വരുന്നത് എന്ന് പോലെ ഇരിക്കും. അപ്പം ഒരാൾക്കെതിരെ ഇത് മന്ത്രവാദം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കും?
തീർച്ചയായിട്ടും അവരെ ഫാമിലി അത് റിഫ്ലക്ട് ചെയ്യും. അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരാളെ വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും 2 എനർജി ഉണ്ട്. മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ഞാനൊരു ആസ്ട്രോളജറാണല്ലോ, അപ്പം മന്ത്രവാദം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ഫാമിലി എൻ്റർ ആകുമ്പോൾ, ആ വീട്ടിലേക്ക് എൻ്ററിങ് ആകുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ബോഡിയിൽ അത് കാണാൻ പറ്റും. അയാളെ കണ്ണടയ്ക്കുന്നത്, അയാൾ താടി ചൊറിയുന്നത്, തല ചൊറിയുന്നത്, ഇങ്ങനെ ചെവിയിൽ പിടിക്കുന്നത്, ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ ഇരിക്കുന്നത്, ആ ഭയം വെപ്രാളൊക്കെയാണ് ആ വ്യക്തി ഡീകോഡ് ചെയ്ത് എടുക്കുന്നത്. അത് കുറേയൊക്കെ എനിക്കും പറ്റും. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡിയിൽ ആ എനർജി ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന കാര്യം, പൂജയ്ക്ക് അമ്പലത്തിൽ വഴിപാട് ചെയ്യുന്നു ഞാൻ പറയില്ല. ഞാൻ പറയുന്നത്, നിങ്ങളൊരു 100 പേർക്ക് അന്നദാനം കൊടുക്കുക. അപ്പോൾ ആ അന്നദാനം കൊടുക്കുമ്പോൾ ആ 100 പേര് നിങ്ങളാണല്ലോ ഭക്ഷണം കൊടുക്കുന്നത്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ വയറെന്ന് പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല അവർ. ആ ചിന്തയാണ് കളക്റ്റീവ് ബ്രെയിനോട് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ആ നെഗറ്റീവ് എനർജിനെ സ്പ്ലിറ്റ് ആക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ എൻ്റെ തിയറിയിൽ, നിങ്ങൾ അന്നദാനം കൊടുക്കുകയും സ്കൂൾ കുട്ടികൾക്ക് പുസ്തകം പേന പെൻസിലും ദാനം ചെയ്യുന്ന സമയത്ത് ഈ സാധനം സ്പ്ലിറ്റ് ആയിട്ട് പോകും. അടുത്ത പൂജയ്ക്ക് പോകണ്ടെന്ന്, നിങ്ങൾ വേറെ പൂജയ്ക്ക് വേണ്ട, ഒരു മന്ത്രവാദത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ പൂജയ്ക്ക് വേണ്ടെന്ന് അർത്ഥം. നന്മ ചെയ്താൽ മതി എന്നർത്ഥം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, ഒന്ന് നമ്മൾ ജനനം, അതുപോലെ നമുക്കൊരു എന്താണ് ഉദ്യോഗം, വിവാഹം, പിന്നെ സന്താനഭാഗ്യം, മരണം. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതായിരിക്കും? അതായത് ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചില്ല, അയാൾക്ക് ഇതിൽ പല സംഭവങ്ങളും ഉണ്ടാവില്ല. അപ്പം കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ഒരാളും കല്യാണം കഴിച്ച് ജീവിക്കുന്ന, അപ്പോൾ നമ്മുടെ ഈ ലൈഫിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവിതവും മരണവും മാത്രം. അങ്ങനെയില്ല, അവിടെയാണ് പ്രശ്നം. ഇപ്പൊ നരേന്ദ്രമോദി കല്യാണം കഴിച്ചു എന്ന് പറയുന്നു, പക്ഷെ കല്യാണം കഴിച്ചൊരു ജീവിതമല്ല ആൾ ജീവിക്കുന്നത്. അയാൾ ഇമ്പോർട്ടൻ്റ് അല്ലേ ലോകത്തിന്? അല്ലെങ്കിൽ നാടിന് ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മുടെ നാടിന് അദ്ദേഹം ഇമ്പോർട്ടൻ്റ് അല്ലേ? അദ്ദേഹം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കല്യാണം കഴിച്ചില്ല, സന്താന സൗഭാഗ്യം എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് അല്ലേ? സന്താന സൗഭാഗ്യം, അത് അവിടെയാണ് കാരണം. സന്താനത്തിനെ കൊണ്ട് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യിപ്പിക്കുന്നത്, അതല്ലേ കർമ്മമായിട്ട് വരുന്നത്. സന്താനം ഉണ്ടാക്കണം എന്നൊരു ഇതിലും പറഞ്ഞില്ലേ. ഇപ്പൊ ഉദാഹരണം ഞാൻ ഒരു കാര്യം പറയാം. ഈ കേരളത്തിൽ ഒരുപാട് ആസ്ട്രോളജർമാരില്ലേ, ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോളജർമാർ. ഞാനൊരു 10 ജാതകം തരാം. ആ കുട്ടികളുടെ ഈ 10 കുട്ടികളും കല്യാണം കഴിക്കുമെന്നും ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. ഒരു ജാതകത്തിലും പറ്റില്ല. ഒരു ജാതകത്തിലും ഇന്ന് വരെ ഒരു ജാതകത്തിലും പണം ഉണ്ടാക്കുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. ഈ പണവും കുട്ടികളും വിവാഹവും ജാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കർമ്മയാണ്, നമ്മുടെ പ്രവൃത്തിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ചെയ്യുന്ന ആ പ്രവൃത്തി എന്താണോ, ആ പ്രവൃത്തിയാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ വലിയൊരു പാട്ടുകാരാണെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. പാട്ട് പഠിക്കാൻ പോയി ഇഷ്ടം നടന്നില്ല, ബട്ട് പണമില്ല, ഫാമിലിയിലെ പ്രശ്നം, സ്കൂളിൽ പോക്ക്, പഠനം, അതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ പാട്ട് പഠിക്കാനുള്ള സാധനം നിങ്ങൾ ഉള്ളിൽ ചുരുക്കി വെച്ചു. ദാറ്റ് മീൻസ് നിങ്ങളുടെ മസിൽ മെമ്മറിയിൽ ഈ സാധനം ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി എന്തായിരിക്കും? അങ്ങനെ ഒരു തോട്ട്സിലെ ജനിക്കുള്ളൂ. നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടിയെ പാട്ട്. അപ്പൊ നിങ്ങൾ ആരാണോ, നിങ്ങൾ എന്ത് കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഭാര്യയും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിനനുസരിച്ച് കുട്ടിയോട് ഉണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങളുടെ കർമ്മം എന്ത്, നിങ്ങളുടെ സ്വഭാവം എന്തനുസരിച്ച് ദൈവം അവിടെ നിന്ന് അതിനുള്ള കർമ്മമുള്ള കുട്ടീനെ അവിടേക്ക് വിടുന്നു. അപ്പൊ നിങ്ങളല്ല കുട്ടിയെ തെരഞ്ഞെടുക്കുന്നത്. മുകളിലൊരാളുണ്ട്, ആ മുകളിലൊരാളാണ് ഈ ഭൂമിക്ക് ഇന്നുണ്ട്. ഇപ്പോൾ ഇന്ന വ്യക്തി ഉണ്ട്, മിത്രാത്മജനുണ്ട്, മിത്രാത്മന്റെ വൈഫുണ്ട്, അവർ രണ്ടുപേരും ആത്മീയയിൽ വരെ കണക്റ്റഡ് ആണ്. അപ്പൊ മിത്രാത്മജന് വരുന്ന കുട്ടിക്ക് എന്ത് വേണം? ആത്മീയ കണക്ഷനുള്ള ഒരു കുട്ടീനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അപ്പൊ അവിടെ ഇരിക്കണ്ടാവും അത്, അതിന് ആ സമയത്ത് പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? പ്രഷർ മനസ്സിലായില്ലോ എന്ന് എനിക്കറിയില്ല, അത് മനസ്സിലായോ? കറക്റ്റ്. ഇങ്ങനെയാണ് കർമ്മ ട്രാൻസ്ഫർ ആയി പോണത്. അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ല, അല്ലാതെ സംഭവിക്കാമല്ലോ. തീർച്ചയായിട്ടും കോയിൻസിഡൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വഭാവത്തിലാണ് കുട്ടികൾ എന്ന് പറയുന്നത്. ഞാനിപ്പോ എത്രയോ 5500 ജാതകം തികച്ച ഒരാളാണ്. ഈ 5500 ജാതകത്തിലും കറക്റ്റ് പറയും നിങ്ങളുടെ കുട്ടി ആണോ പെണ്ണാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ സ്വഭാവം എങ്ങനെയെന്ന് പറയാൻ പറ്റും, നമുക്ക് ക്യാരക്ടർ എങ്ങനെയെന്ന് പറയാൻ പറ്റും, കറക്റ്റ് പ്രടിക്കാൻ പറ്റും. ഞാൻ ലൈവ് ചെയ്യുന്ന ഒരാളല്ലേ. കേരളത്തിൽ ലൈവ് ചെയ്യുന്ന 1-2 ആളുകൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ കേരളത്തിൽ ലൈവ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ ലൈവിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ ഇങ്ങനെയല്ലേ, നിങ്ങൾക്ക് ഇന്ന സുഖില്ല, നിങ്ങളുടെ അച്ഛൻ ഇന്ന സുഖില്ല, അച്ഛൻ ഇങ്ങനെയല്ല മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ മരിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതൊക്കെ എങ്ങനെ പറയാൻ പറ്റണേ? ആ ജാതകത്തിൽ അദ്ദേഹത്തിന്റെ ആ 12 കള്ളിയിൽ ഇതെല്ലാം ഇൻഡിക്കേഷൻ കാണിക്കും. അങ്ങനെ അദ്ദേഹം ജനിക്കുള്ളൂ. അതായത് ഇങ്ങനെ ഒരു അച്ഛനും ഇങ്ങനെ ഒരു അമ്മയ്ക്കുമാണ് നിങ്ങൾ ജനിക്കുക അല്ലെങ്കിൽ താങ്കൾ ജനിക്കുക എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെന്റെ ലൈവ് പ്രൂഫ്. ഞാൻ ലൈവ് ചെയ്യുന്ന ഒരാളാണ്. വൺസ് നമ്മുടെ ഭൂമിയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് മരിക്കണം. ഈ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമി വിട്ട് പോകും? ഇല്ല, ആ ഭൂമി വിട്ട് പോകും. ആത്മാ ഭൂമി വിട്ട് പോകും. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ ആസ്ട്രോളജി പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്. സോ ആ ബുക്ക് ഒന്ന് ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രസന്റ് ചെയ്യാം. ഒരു ബുക്ക് എഴുതി, അതിൽ പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് കർമ്മ എന്ന് പറയുന്നത് ഭൂമിക്കാണ്. അതുകൊണ്ടാണ് ഭൂമി ദേവി ഭൂമിനെ പൂജിക്കുക എന്ന് പറയുന്നത്. ഭൂമിക്കാണ് കർമ്മ ഉള്ളത്, ആകാശത്തിനോ ദൈവങ്ങൾക്കോ അല്ല കർമ്മ ഉള്ളത്. ഭൂമിയുടെ കർമ്മയിലാണ് നമ്മൾ ജനിക്കുന്നതെന്ന് അർത്ഥം.
അപ്പോൾ ബേസിക്കലി ഭൂമി ആണ് നമ്മളെ തീരുമാനിക്കുന്നത്. നീ എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് മിത്രാത്മജൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ എൻ്റെ നാട്ടിൽ ജന്മം എടുത്ത് ഞാൻ ആസ്ട്രോളജി ക്ലാസ് ആരംഭിച്ച് അതിൽ നിന്ന് കിട്ടിയ ഒരു 5 ലക്ഷം രൂപ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിന് പാർക്ക് കെട്ടി കൊടുത്തു. ഒരു 5 ലക്ഷം രൂപ ചിലവ്, 4 ലക്ഷം രൂപ ചിലവർ ഞാൻ ഒരു പാർക്ക് കെട്ടി കൊടുത്തു. അപ്പം എന്തായി, എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ച അതേ സ്കൂളിൽ ഒരു പാർക്ക് കെട്ടി കൊടുത്തില്ല. ഇനി അടുത്ത കോഴ്സിൽ ബാച്ചിൽ ആരംഭിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ആംബുലൻസ് മേടിച്ചു കൊടുക്കാനാണ് പ്ലാൻ. ഇതാണ് കർമ്മ. നിങ്ങൾ ഇപ്പോൾ വിദേശത്ത് പോയി അമേരിക്ക, യൂറോപ്പ്, ജർമ്മനിലോട് ജോലി ചെയ്യുന്നില്ലേ, അവർക്ക് അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടോ പള്ളിയുമായി ബന്ധപ്പെട്ടോ, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ആണ് മുസ്ലിംസ്, അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്കൂളുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഇല്ലാണ്ട് നിങ്ങളെ പറഞ്ഞു വിടില്ല എന്ന്. എവിടേക്ക്? അമേരിക്ക, യൂറോപ്പിലേക്ക്. അപ്പോൾ 5 ലക്ഷം 4 ലക്ഷം 10 ലക്ഷം ശമ്പളം മേടിക്കുന്ന ആളുകളില്ലേ, അവർക്ക് ആ പണത്തിൻ്റെ ഒരു വിഹിതം ഈ അവർ ജനിച്ച ആ ഭൂമിയിലെ സ്കൂളിനോ പള്ളിക്കോ കോർപ്പറേഷനോ സ്കൂളിനോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കോ വേണ്ടി ചെയ്യാനുണ്ട് എന്നർത്ഥം. അത് ചെയ്യാത്തത് കൊണ്ടാണ് അവിടെയുള്ള ആളുകൾക്ക് സമാധാനം കിട്ടാത്തത്. അത് കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് പറയും, നിങ്ങൾക്ക് ഇവിടെ കർമ്മയുണ്ട്, ഇത് ചെയ്യി, അത് നിങ്ങളുടെ അവിടെ സക്സസ് ആവും. അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം സക്സസ് ആയിരിക്കുന്നു. ആണല്ലേ? അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു പുനർജന്മമുണ്ട്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭൂമി വിട്ട് പോകില്ല എന്നും പറഞ്ഞു. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭൂമി വിട്ട് പോകുന്ന, ഞാൻ ആത്മാവ് പോകുന്നു പറഞ്ഞു. ആത്മാവ്, ബോഡി ഇവിടെ ഇല്ല. ഓക്കെ. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അതല്ല, ഇപ്പം ചില ആളുകളുടെ ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ ആത്മാവ് കൂടുന്നു എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു സെൻസ് ഉണ്ട്. ഇല്ല, ഞാനത് പറഞ്ഞില്ലേ. അതായത് ഒരു ബോഡിയിൽ ഒരു ആത്മാവ് കൂടി, ഇപ്പൊ ഞങ്ങളെ പറയുന്ന ബുദ്ധിമുട്ടില്ലല്ലോ. താങ്കളുടെ ബോഡിയിൽ ഒരു ആത്മാവ് കയറി, ഇപ്പൊ ഈ ഒരു സ്റ്റുഡിയോയുടെ ഉള്ളിൽ നിന്ന് പണ്ട് ആരോ കെട്ടിത്തിങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു, ആ ബോഡിയിലുള്ള എനർജി കയറി. ഈ എനർജീനെ എടുക്കാൻ അതാർക്കും വേണമെങ്കിൽ എടുക്കാം. ഒരു കുട്ടിക്ക് വേണമെങ്കിൽ എടുക്കാം, ഒരു മന്ത്രവാദിക്ക് എടുക്കാം, ശാസ്ത്രം പഠിച്ച ഒരു ഹിപ്നോട്ടിസിന് എടുക്കാം, ആർക്കും വേണമെങ്കിൽ എടുക്കാം. കാരണം എനർജി എന്ന് പറയുന്നത് ആ എനർജീനെ റീഡ് ചെയ്യാൻ, ആ എനർജീനെ കാണാനും മനസ്സിലാക്കാനും കഴിവ് ആർക്കാണോ അവർക്ക് മാത്രമേ അത് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. സോ ആ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ വൈബ്രേഷനിലും മാച്ച് ആകുമ്പോൾ മാത്രം നിങ്ങളുടെ ബോഡിക്ക് അത് കയറുന്നത്. ഈ കയറെന്ന് പറഞ്ഞാൽ അതിന് ചിന്താരീതികളുണ്ട്, ബോധമുണ്ട്, സ്വബോധം. അതായത് എനർജിക്ക്, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എനർജിക്ക് ചിന്തയുണ്ട്, എനർജിക്ക് മെമ്മറി ഉണ്ട്, എനർജിക്ക് എപ്പോഴും മെമ്മറി ഉണ്ട്. ഇപ്പൊ ഉദാഹരണം, ഇവിടെ നിൽക്കുന്ന ഒരു ചെടി, അത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒറിജിനൽ ആണെങ്കിൽ ആ ചെടിക്ക് എന്തുണ്ട്, ചിന്തകളെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് സയന്റിഫിക്കലി പ്രൂഫാണ്. വാട്ടർ എവിടെ ഉണ്ടോ, വെള്ളം എവിടെയൊക്കെ കണക്റ്റഡ് ആണോ, ആ ജലത്തിൽ മെമ്മറി ഉണ്ട്. വാട്ടർ മെമ്മറി എന്ന് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി അറിയാൻ പറ്റും, മെമ്മറി ഉണ്ട്. അപ്പൊ ജലം കണക്ട് ആകുമ്പോൾ, അപ്പൊ നമ്മുടെ ബോഡിയിൽ 90% ജലമാണ് അല്ലേ, ആ ജലത്തിന്റെ ഫ്രീക്വൻസിയിൽ വേറൊരു തണുപ്പ് കണക്ട് ആകുമ്പോൾ അവിടെ ഈ എനർജി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഹീരാ ഗുഹയിൽ നബിക്ക് ബോധോദയമുണ്ട്. ഹീര എന്നല്ല, ഈറൻ ഗുഹ എന്നാണ് എൻ്റെ പേര്. ഈറൻ എന്നാണ് തണുപ്പ്. തണുപ്പായ ഗുഹയിലിരിക്കുമ്പോൾ, ഗുഹയുടെ ഉള്ളിലാണ് തണുപ്പ്, ആ തണുപ്പായ ഗുഹയിലിരിക്കുമ്പോൾ അദ്ദേഹം എനർജി കിട്ടിയെന്ന് പറഞ്ഞ കാര്യം എന്താണ്, ഈ തണുപ്പാണ് ആ ബോഡിയിലെ തണുപ്പ്. നമ്മുടെ ബോഡിയിലെ തണുപ്പും ഈ ഇവിടെയുള്ള എനർജിയുടെ തണുപ്പും തമ്മിൽ മാച്ച് ആകുമ്പോൾ ആ എനർജി നമ്മുടെ ബോഡിയിൽ കണക്റ്റഡ് ആവും. ഈ കണക്റ്റായ നമുക്ക് ആർക്കും എടുക്കാം. അതുകൊണ്ട് അതിനെ ഈ പ്രാതം കയറി പിശാച് കയറി എന്നല്ല, ആ മെമ്മറി, ആ കണക്റ്റ് ആവുമ്പോൾ ഒരു മെമ്മറി ഉണ്ടാവില്ല അതിന്. ആ മെമ്മറി നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുക, അതായത് നമ്മുടെ ബോഡിയിൽ കയറി കൺട്രോൾ ആവും. ഇതേപോലെ രക്തദാനല്ലേ, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു വിവാദമാവാൻ സാധ്യതയുണ്ട്. ബ്ലഡ് നമ്മൾ എടുക്കില്ലേ, മറ്റുള്ളവരുടെ ബ്ലഡ്, ആ ബ്ലഡ് എടുക്കുമ്പോൾ അയാളുടെ മെമ്മറി, ചിന്തകൾ, അയാളുടെ ആഗ്രഹങ്ങൾ, അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ആഗ്രഹങ്ങളും അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ സ്വഭാവം, അയാൾ സിഗരറ്റ് വലിക്കാറാണെങ്കിൽ നമുക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നും. ഇതിൽ ചിലപ്പോൾ വിവാദമാവാൻ സാധ്യതയുണ്ട്. ബട്ട് എങ്കിലും ഞാൻ പറയുന്നത്, ബ്ലഡ് ദാനം ചെയ്യുമ്പോൾ, ബ്ലഡ് എടുക്കുന്ന സമയത്ത് ആറൽ ബ്ലഡ് ആണത്, അയാളുടെ സ്വഭാവമായിട്ട് നമ്മൾ കുറച്ച് കണക്റ്റഡ് ആവും. ഇനി സംശയമുള്ള ആളുകൾ, ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ, ഈ ആഫ്രിക്കൻ മുഷു എന്ന സംഭവമില്ല, ആഫ്രിക്കയുടെ മുഷു, ഇതിനെ സ്ഥിരമായിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയ നമ്മുടെ ചിന്തകൾ തന്നെ മാറും. അത് നിർത്തി കഴിഞ്ഞാൽ വേണ്ട. അപ്പോൾ ഭക്ഷണത്തിനും ഉണ്ട് ഈ പറഞ്ഞ പോലെ ചിന്തകളെ മാറ്റാൻ കഴിയും. അപ്പം ഇപ്പം നമ്മൾ ഈ ഭാവി പ്രവചിക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു, അതിൻ്റെ ഒരു സയൻസിനെ പറ്റി പറഞ്ഞു, ഒരുപാട് പേരെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സയൻസ്, മെൻ്റലിസം എന്ന് പറഞ്ഞിട്ടൊരു ഒരു വിങ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മെന്റലിസം എന്ന് പറയുന്നത് ചാത്തൻ സേവയാണെന്നോ, അല്ലെങ്കിൽ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. എന്താണ് മെന്റലിസത്തെ പറ്റിയുള്ളത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ തന്നെ തുടങ്ങാം. ഒരു പെൺകുട്ടീനെ ഹിപ്നോട്ടൈസ് ചെയ്താൽ പെൺകുട്ടി ഉറങ്ങി, എന്നിട്ട് കണ്ണ് തുറന്നു. ഓക്കെ, കണ്ണ് തുറന്നിട്ട് പച്ചമുളക് കയ്യിൽ കൊടുത്തു.
എന്നിട്ട് പറഞ്ഞു ഇത് ചോക്ലേറ്റ് ആണ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി പച്ചമുളക് കടിച്ചു മുറിച്ച് ചോക്ലേറ്റ് പോലെ കടിച്ചു മുറിച്ച് തിന്നുന്നു. തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എരിവില്ല. എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയ്യോ ചുണ്ടരണേ വായരണേ എന്നിട്ട് ഓടുന്നു. സോ ഞാൻ ആ വീഡിയോ, കാരണം ഈ വീഡിയോ പറയാൻ കാരണം ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇനി ആ പെൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജിക്ക് ഞാൻ പോവാം. ആ പെൺകുട്ടി ഇരിക്കുന്നു, ഉണരുന്നു. ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് എന്തായിരുന്നു, പച്ചമുളക് തരുന്നു. ആ പെൺകുട്ടി പിടിച്ചിരിക്കുന്നത് പച്ചമുളകിന്റെ അടിയിലെ ആ കാമ്പില. ചോക്ലേറ്റ് എങ്ങനെ കഴിക്കുക? വായിലിട്ട് അലിയിച്ച് കഴിക്കും. പച്ചമുളക് നമ്മൾ പച്ചമുളക് എങ്ങനെയാണോ കടിക്കുക, ഇപ്പൊ ഉപ്പിലിട്ട പച്ചമുളക് എങ്ങനെയാണ് കടിക്കുക, അതുപോലല്ല പെൺകുട്ടി കടിക്കണേ. അതിന്റെ അർത്ഥം ആ പെൺകുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് പച്ചമുളകാണ്, പച്ചമുളക് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്, പച്ചമുളക് ഇങ്ങനെ പിടിച്ചത്. എന്നിട്ട് ആ പെൺകുട്ടി പച്ചമുളക് കടിച്ചത് തിന്നതിന് ശേഷം ഈ അതിന്റെ കൊടപ്പൻ എന്ന് പറയില്ലേ, അത് കളയുന്നുണ്ട്. അപ്പൊ പെൺകുട്ടിയുടെ അതിന്റെ ഉള്ളിലെ മെമ്മറിക്ക് അറിയുന്നത് ഇത് പച്ചമുളകാണ്, ഇത് ചോക്ലേറ്റ് അല്ല എന്ന് അവർക്കറിയാം. ബട്ട് അതാണ് അത്ര ചെയ്യുള്ളൂ. അത് എല്ലാവരും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ആദ്യം അവർ ഓൾറെഡി ഹിപ്നോട്ടിസ് ചെയ്ത് ആ വ്യക്തിയെ ഓർക്കും. എന്നിട്ട് പറയും ഇനി നീ എൻ്റെ കൺട്രോളിലാണ്, ഞാൻ പറഞ്ഞ സമയത്ത് നീ ഉറങ്ങുമെന്ന് പറയും. അതിനുശേഷം അത് പറ്റും. ഇത് ഡിസെപ്ഷൻ വിത്ത് കീത്ത് ബെറി. അതായത് നിങ്ങൾ യൂട്യൂബ് ചാനൽ അറിയുന്ന ആളാണെങ്കിൽ, ഈ പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ യൂട്യൂബ് ചാനൽ അറിയുന്ന ആളാണെങ്കിൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഡിസെപ്ഷൻ വിത്ത് കീത്ത് ബെറി. അതെവിടെയാണ്? ഡിസ്കവറി ചാനലിൽ ചെയ്യുന്ന ഒരാൾ. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി, ഈ കേരളത്തിലെ മെന്റലിസ്റ്റുമാരൊക്കെ ചവിട്ടി ദൂരെ കയറി. കാരണം അയാൾ ഇതിന്റെ സീക്രട്ട് പറയുന്നുണ്ട്, അയാളിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അയാൾ ഒരു പെൺകുട്ടീനെ, ചെറിയ കുട്ടീനെ ജിമ്മിനായിട്ടുള്ള ഒരാളെ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഉയർത്തും. എന്നിട്ട് ആൾ പറയും ഇനി നിനക്കത് ഉയർത്താൻ പറ്റില്ല, ടിങ് തല്ലടിച്ച്. പിന്നെ ഇയാൾക്ക് ഉയർത്താൻ പറ്റുന്നില്ല, ഈ കുട്ടീനെ പൊക്കാനേ പറ്റുന്നില്ല. അതിന് ട്രിക്കൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഡിസെപ്ഷൻ വിത്ത് കീത്ത് ബെറി നിങ്ങൾ അടിച്ചാൽ ഈ മെന്റലിസ്റ്റുകളൊക്കെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അദ്ദേഹം അതിന്റെ സീക്രട്ടും പറയുന്നുണ്ട് ഒരുപാട്. അപ്പൊ ഡിസ്കവറി ചാനലാണ്, അതൊക്കെ പോയി കാണും ജനങ്ങളോട്. അപ്പോഴാണ് അതിന്റെ സീക്രട്ട് വെളിപ്പെടുത്തുന്ന വീഡിയോസ്. നിങ്ങൾ മെന്റലിസം പോയി കണ്ടുകൊണ്ട് കാര്യമില്ല. അതെന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ള ആളുകൾ ഡിസ്കവറി ചാനലിൽ പണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പോയി കാണും പ്രേക്ഷകരെ, അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. അല്ലാതെ എനിക്ക് അപ്പൊ മെന്റലിസം ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ മെന്റലിസ്റ്റ് ആണ്, നിങ്ങളാണ് അതിന് വിധേയനാകുന്ന വ്യക്തി. ഞാൻ ഇവിടെ പല സിംബോളിസങ്ങളും ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾ അതിലേക്ക് ട്രാപ്പിലേക്ക് വീഴുന്നത്. അതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിലേക്ക് വീഴ്ത്താണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുക എന്ന് പറയും, ഓൾറെഡി ആ പാട്ട് അവിടെ അദ്ദേഹം എഴുതിയിട്ടുണ്ടാവും. സോ നിങ്ങൾ ആ പാട്ട് കയറി വരുമ്പോൾ റേഡിയോയിലേക്ക് ചെറുതായിട്ട് കേൾപ്പിക്കുകയോ, നിങ്ങൾ കയറി വരുന്ന മുമ്പ് ആ പാട്ടിന്റെ ഒരു ട്യൂൺ നിങ്ങൾ കേൾപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊരു പാട്ട് പാടാൻ പറയുന്നത് ആ പാട്ടാണ് നിങ്ങളുടെ ബ്രെയിനിൽ വരിക. ഇതാണ് അതിന്റെ സീക്രട്ട്. അതേപോലെ തന്നെയാണ് രണ്ട് ബ്രെയിൻ ഉണ്ട്. ഈ രണ്ട് ബ്രെയിൻ, ഒരു ബ്രെയിനെ ഇവരൊന്ന് ഉറക്കും. ഇത് ഹിപ്നോട്ടിസം പഠിച്ച ആർക്കും ചെയ്യാന്നുള്ളൂ, നിങ്ങൾക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. സിമ്പിൾ കേസാണ്. അല്ലാണ്ട് ഇതൊരു കൂടോത്രോ മന്ത്രോ അതോ ഒന്നല്ല. അതാ ഞാൻ പറഞ്ഞത്. ഈ മലയാളികൾ ഒരു പ്രശ്നമുണ്ട്. ഈ മലയാളികൾ എന്ന് പറയുന്നത് ഞാനും മലയാളികളാണ്. നമ്മൾ എന്താ ചെയ്യുക, ഈ മെന്റലിസ്റ്റിലെ കാണുമ്പോൾ അയ്യോ ഇത് വലിയ സംഭവമാണെന്നല്ല. വാട്ട് ഈസ് മെന്റലിസം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം, എല്ലാവരും തലക്കടിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളൊരു പട്ടീനെ മേടിച്ചാലേ, ഒരു ഡോഗിനെ മേടിച്ചു കഴിഞ്ഞാൽ ഹൗ ടു ട്രെയിൻ എ ഡോഗ് എന്ന് യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ വീഡിയോ പട്ടിനെ ഇങ്ങനെ ട്രൈ ചെയ്യാം, പട്ടിനെ ഇങ്ങനെ ഷേക്കിൻ്റെ കൊടുപ്പിക്കാം, പട്ടിനെ ഇങ്ങനെ അപ്പിടുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ള ട്രെയിനിങ് നമ്മൾ ചെയ്യും അല്ലെ. അങ്ങനെ യൂട്യൂബിൽ നമ്മളൊരു ഫോൺ മേടിച്ചാലും യൂട്യൂബിൽ അപ്പോൾ ഈ ഫോണിന്റെ സെറ്റിംഗ്സ് എങ്ങനെയാണ്, ഈ ഫോണിന്റെ അങ്ങനെ ക്യാമറ നല്ല ഫോട്ടോസ് എടുക്കാം, ഐഫോണൊക്കെ മേടിച്ചാൽ നമ്മൾ തപ്പും. കറക്റ്റ്. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ, താങ്കൾ കുട്ടിയുണ്ടോ? ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ താങ്കൾ യൂട്യൂബിൽ ഹൗ ടു ട്രെയിൻ ബേബി എന്ന് അടിച്ചിട്ടുണ്ടോ? ഇതുവരെ അടിച്ചിട്ടുണ്ടോ? സത്യം പറയണം. വൈ, എന്തുകൊണ്ടാ ചെയ്യാത്ത? നമുക്ക് അറിയാവുന്ന ധാരണ. അവിടെയാണ് കാര്യം. ഇതാണ് ഈ മെന്റലിസം. ഇത് എനിക്കറിയാലോ, ഇത് ഇങ്ങനെയാണ്, ഇത് ചാത്തൻ സേവയാണ്, ഇത് കൂടോത്ര. ആ മെമ്മറിയില്ലേ, അത് ഇങ്ങനെയാണ്. എനിക്കൊരു കുട്ടീനെ ഉണ്ടാക്കിയ വളർത്താനുള്ള കഴിവ് എനിക്കുണ്ട്. അത് യൂട്യൂബിൽ പോയിട്ടോ ഒരു ഇന്റർനെറ്റിൽ പോയിട്ടോ കുട്ടികളെ എങ്ങനെ വളർത്താം എന്ന് എന്തുകൊണ്ട് ഒരു മലയാളി ടൈപ്പ് ചെയ്യുന്നില്ല എന്നാണ് ചോദ്യം. ഞാനടക്കം ഞാനൊരു മലയാളിയാണ്, ഞാൻ എന്നെ തന്നെ പറയാം. ഞാനും ബേബി, എനിക്ക് കുട്ടി ഉണ്ടായ ഹൗ ടു ട്രെയിൻ എ ബേബി, ഒരു ആൺകുട്ടീനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം, മെമ്മറി കൂട്ടാൻ ഞാൻ അടിച്ചു നോക്കി വരില്ല. ബട്ട് എനിക്കിതറിയാം. ഇതാണ് ഇതിന്റെ കാര്യം. നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു ധാരണ. ഡിസെപ്ഷൻ വിത്ത് കീത്ത് ബെറി എന്നടിച്ചു കഴിഞ്ഞാൽ, ഡിസ്കവറി ചാനൽ അടിച്ചു കഴിഞ്ഞാൽ ഈ മെന്റൽസിനെ കംപ്ലീറ്റ് കാര്യങ്ങൾ വരും. എന്തുകൊണ്ട് ആരും അത് ചെയ്യുന്നില്ല? ഇനി ഈ വീഡിയോ കണ്ടാലും ഇതിൽ 90% ഈ വീഡിയോ കാണുന്ന 90% വരും അതൊന്ന് ടൈപ്പ് ചെയ്യാൻ പോലും തയ്യാറാവില്ല. അവിടെയാണ് ഈ ലോകത്തിന്റെ പരാജയം. അന്വേഷണം. ഇപ്പോൾ ഒരുപാട് ആസ്ട്രോളജർമാരും ഒരുപാട് വലിയ ആളുകളും ഈ ചാനലിൽ തന്നെ പോകുന്നുണ്ട് അല്ലേ? അതില് ആരാണ് സത്യസന്ധൻ, ആരാണ് കറക്റ്റ് എന്ന് അന്വേഷിക്കണ്ടേ? ഈ ചാനൽ പ്രേക്ഷകരെ അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചാലല്ലേ അതിനെക്കുറിച്ച് ഡീപ്പ് ഞാൻ. അപ്പൊ എന്റെ പേര് MATHR TH അമ്മേജൻ, ആരുടെ മിത്രാത്മജൻ, ഇവൻ ആര്, എവിടെ നിന്ന് തുടങ്ങി, എന്ത് ചെയ്തു, ഇവൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അന്വേഷിക്കണ്ടേ? അതിനുവേണ്ടി ഒരു കൂടി പോയി ഒരു അരമണിക്കൂർ പോവും, അല്ലെങ്കിൽ 1 മണിക്കൂർ പോവും. ആ 1 മണിക്കൂർ നഷ്ടപ്പെടുത്താൻ ഈ ലോകം തയ്യാറില്ല. അതേപോലെ മെന്റലിസം എന്താണ് എന്ന് അത് 1 മണിക്കൂർ ഇരുന്ന് സെർച്ച് ചെയ്താൽ മലയാളത്തിൽ ഏത് ഭാഷയും യൂട്യൂബ് പറഞ്ഞുതരും.
അതൊന്ന് സെർച്ച് ചെയ്യാൻ പോലും തയ്യാറാത്ത ലോകം. അവിടെയാണ് ആ ലോകത്തിനെയും ആ ജനത്തിനെയാണ് ആ ജനങ്ങളോടെ ഞാൻ പറഞ്ഞത്, നിങ്ങളോടല്ല. ഐ മീൻ നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളൊരു ടീം അവിടെ ഉണ്ട്, മണ്ടന്മാരായിട്ടുള്ള ഒരു ജനങ്ങൾ. ഇതൊന്നും അന്വേഷിക്കാൻ തയ്യാറല്ലാത്ത, സ്വന്തം കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടീനെ എങ്ങനെ ട്രെയിൻ ചെയ്യണമെന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കാം ചിന്തിക്കാത്ത ഒരു ജനവിഭാഗത്തിലെ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾക്കും കാരണം ഭയമാണ്. കറക്റ്റ്. ഏതിനോടും ഉള്ള ഭയം. ചിലപ്പം പണം ഒരുപാടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള ഭയം, മരണഭയം, പലതരത്തിലുള്ള ഭയങ്ങളാണ്. അപ്പം ഈ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. ഈ ഭൂമിയിൽ പിറവെടുത്ത ഹ്യൂമണായിട്ട് പിറവെടുത്തിട്ടുള്ള ഒരു മനുഷ്യനും ഭയമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഹിറ്റ്ലർക്ക് ആരായിരുന്നു പേടി? എന്തിനായിരുന്നു പേടി? പൂച്ചാന അല്ലേ? അല്ലേ? ഇത്രയും വലിയ വാളും വെടിക്കോപ്പും തോക്കൊക്കെ ഉള്ള ആളും പൂച്ചനാണ് പേടിച്ചിടും. അതിന് പിടിക്കുന്നവരാണ് ട്രോമ. ഞാൻ ഇതെങ്ങനെ പഠിച്ചെന്നുണ്ടെങ്കിൽ, എൻ്റെ അവിടെ ഒരു പയ്യനുണ്ട്. ആ പയ്യന് പട്ടിക്കുഞ്ഞില്ലേ, കുഞ്ഞ പട്ടി ചെറിയ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടി ഇങ്ങനെ നടക്കുന്ന അങ്ങനെ കുട്ടികളുണ്ടല്ലോ, അതിനെ കാണുമ്പോൾ പേടിച്ചോടും. അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ഈ ആസ്ട്രോളജിന്ന് എത്തില്ല കേട്ടോ, ചെറുപ്പത്തിലാ. എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞൊരു പട്ടീനെ കാണുമ്പോൾ ഇവൻ പേടിച്ചോടണേ, ഭയന്ന് ഓടാണ്? അപ്പം ഞാൻ ചോദിച്ചോടാ, നിന്റെ ചെറുപ്പത്തിൽ പട്ടീനെ കണ്ട് നീ പേടിച്ചിട്ടുണ്ട്? എന്നെ ചെറുപ്പത്തിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നൊരു പട്ടി രാത്രി ഓടിച്ചിട്ടുണ്ട്, ജീവനും കൊണ്ട് ഓടിയെന്ന്. എൻ്റെ നാട്ടിലൊരാളുണ്ട്, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം റോട്ടുകൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് കാണിക്കും, ഒരു 4 സെക്കൻഡ് കാണിക്കും, എന്നിട്ട് നടക്കും. ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാളെ വീട്ടുകാർ പറഞ്ഞത്, ചെറുപ്പത്തിൽ ഇയാൾക്ക് ഒരു പട്ടീനെ കണ്ടിട്ട് പേടിച്ചു, ഭയന്ന് പോയി പനി പിടിച്ച് കിടന്നു, ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം ഇയാൾ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പട്ടി വരുന്ന സങ്കല്പിക്കുകയാണ്, എന്നിട്ട് ചെയ്യാണ്. സോ ഹ്യൂമണായിട്ട് ഞാൻ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആരായാലും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രോമ നടന്നിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ അത് കണ്ടുപിടിച്ചു തരാം. ഈവൻ ലൈവ് പ്രൂഫ് ഞാൻ ചെയ്യുന്ന ആളാണ്. ഞാൻ ലൈവിൽ ചെയ്യുമ്പോൾ പറയും, ഒരു ജാതകം വരുമ്പോൾ ലൈവിൽ പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ പെൺകുട്ടി ചെറുപ്പത്തിൽ വെള്ളത്തിൽ വീണിട്ടുണ്ട്. സാറേ കറക്റ്റാണ്, അതെങ്ങനെ 5 വയസ്സിൽ വെള്ളത്തിൽ വീണിട്ടുണ്ട്, അതെങ്ങനെ കണ്ടുപിടിച്ചു? ഈ കുട്ടിക്ക് ഇന്നൊരു ട്രോമ ഉണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറയും. ചില പെൺകുട്ടികൾക്ക് ഓസിഡി പോലുള്ള അസുഖം, ട്രോമ ഉണ്ടാവും. ഉദാഹരണം, നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാട്ടോ. മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭനയ്ക്ക് ഈ പറയുന്ന പ്രായം കയറുന്നുണ്ടല്ലോ, അത് എപ്പോഴാണ് എങ്ങനെയാണ്? ആ തെക്കിനിയിലേക്ക് കയറുമ്പോഴാണെന്നാണ്. ആ തെക്കിനിലേക്ക് കയറുമ്പോൾ അത് കണ്ടിട്ട് പോലെ തെറ്റാ ഉത്തരം. കറക്റ്റ് ആൻസർ ഞാൻ പറയാം. ഈ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുസ്തകം വലിച്ചെറിഞ്ഞ് ഓടിയെന്ന് മോഹൻലാലോട് കണ്ടുപിടിക്കുന്നുണ്ട്. അതെന്താ കാരണം? ട്രോമ. എൻ്റെ അച്ഛനമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണ്. ആ മെൻ്റൽ ട്രോമ, ആ ട്രോമയാണ് ആദ്യത്തെ സൈക്കോസിന് കാരണം. അത് ട്രിഗർ ആയത് വിവാഹത്തിന് ശേഷം ഇവിടെ കയറുമ്പോഴാണ്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതേപോലെ എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രോമ ഉണ്ടാവും. ആ ട്രോമ ഇല്ലാന്ന് ഒരാളും പറയില്ല, എല്ലാവർക്കും ഒരു ട്രോമ ഉണ്ടാവും. ഹിറ്റ്ലർക്ക് പോലും ഉണ്ടാവും. ഈ ട്രോമ ഉണ്ടാവുന്ന ചെറുപ്പത്തിൽ, നമ്മളൊരു 10 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 8 വയസ്സ് മുതൽ, അല്ലെങ്കിൽ ഏകദേശം ഒരു 5 വയസ്സ് തൊട്ട് നമുക്ക് കണക്കൂട്ടാം. ഒരു 15 വയസ്സിനുള്ളിൽ, ആ 10 ഇയറിന്റെ ഇടയിലാണ് ഈ ട്രോമ വരിക. അത് ചിലപ്പോൾ നമ്മുടെ അപ്പാപ്പൻ നമ്മുടെ മാമനോ പാപ്പനോ അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി മരിച്ചത് കണ്ടാലും, അല്ലെങ്കിൽ ഒരാൾ സൈനൈഡ് വിഷം കുടിച്ച് മരിക്കുന്നത് കണ്ടാലും, പെൺകുട്ടികൾക്ക്, എക്സ്പെഷ്യലി പെൺകുട്ടികൾക്ക് ആ ട്രോമ അവരുടെ മനസ്സിൽ, ഇപ്പോൾ പെൺകുട്ടികളാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ആ ട്രോമ അവരുടെ ബ്രെയിനിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളൊരു മരണം, കെട്ടിത്തൂങ്ങി മരണം, ഒരു ആക്സിഡന്റ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുവിൻ്റെ ആക്സിഡന്റോ നിങ്ങൾ ലൈവിൽ കണ്ടിട്ടുള്ള ട്രോമ ഉണ്ടെങ്കിൽ, അത് വിവാഹത്തിന് ശേഷം ട്രിഗറാവും. എന്തുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം ട്രിഗറാവണമെന്ന് അറിയും? നമ്മളൊരു വിവാഹത്തിന് ശേഷമാണ് നമ്മൾ ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്താണ് നമ്മളൊരു ആ ഒരു ഇതിലേക്ക് പോവുക. അതായത് നമ്മളൊരു ജീവിതത്തിനും മരണത്തിനും സന്തോഷത്തിനും ദുഃഖത്തിനും എല്ലാത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ മൂവ്മെന്റില്ലേ, ആ മൂവ്മെന്റിലാണ് ഇത് ട്രിഗർ ആവുക. അതുകൊണ്ടാണ് കല്യാണം കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയും. വീട്ടുകാർ പറയും, എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. എത്രയോ ഫാമിലികൾ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ട്രോമേനെ ഒഴിവാക്കാം. അത് കൗൺസിലിങ്ങിലൂടെ പറ്റും. അപ്പോൾ ആ ട്രോമയാണ് ഭയം. എല്ലാവർക്കും ഉണ്ടാവും, നിങ്ങൾക്കുണ്ടാവും, എനിക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും ആ ട്രോമ. ഞാനും വെള്ളത്തിൽ പോയിട്ടുണ്ട്, ഞാനും വെള്ളത്തിൽ പോയിട്ടൊരാളാണ്. അപ്പോൾ ആ ട്രോമയാണ് ഭയം. ആ ഭയമാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത്. എല്ലാവർക്കും ഭയമുണ്ട് എന്നർത്ഥം. ഇനി അടുത്തത് നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യം എന്താണെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാം. അപ്പോൾ ഈ ഭയമാണോ പ്രേതവും യക്ഷിയും മാടനും മറുതെന്ന്? സോ അതിനെക്കുറിച്ച് വളരെ വലിയൊരു ചാപ്റ്ററാണ്. അത് ആദ്യം തൊട്ട് പറഞ്ഞു തരണം. എങ്കിൽ അതിനൊരു ടൈം നമുക്കിവിടെ കിട്ടുന്നില്ല. എങ്കിലും അടുത്തൊരു എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ മാടൻ, മറുത, യക്ഷി, കാവ് തുടങ്ങിയിട്ടുള്ള സകലമായ ആൻസേഴ്സും ലോകത്ത് നിന്ന് വരെ ആരും പറയാത്ത സീക്രട്സിൽ ഞാൻ അടുത്തൊരു എപ്പിസോഡിലാണെങ്കിൽ പറഞ്ഞുതരാം. പ്രവചനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. കറക്റ്റ്. അപ്പം
2026 ഈ മെയ് മാസത്തിൻ്റെ ഒരു മധ്യഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ അടുത്തൊരു 6 മാസത്തെ എന്തെങ്കിലും ഒരു പ്രധാന സംഭവം? ഓക്കെ, അതിന് ഞാനൊരു ആൻസർ ഞാൻ എന്നെ കുറിച്ച് ആൻസർ പറയട്ടെ. ഇത് പ്രവചിക്കണേ എനിക്ക് ഗോചാരം എടുത്തിട്ട് വേണം പ്രവചിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പ്രവചനം നിർത്തിയ ഒരാളാണ്. അപ്പോൾ നിങ്ങളൊരിക്കും എനിക്ക് കഴിവില്ലാതെയാണ് ഞാൻ അത് പറയാത്തതെന്ന് ഇപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും. ബട്ട് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ പല പ്രവചിക്കുന്ന ആളാണ്, ജനങ്ങളെ കുറിച്ചും ലൈവ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പ്രവചനത്തിൽ ആദ്യത്തെ പ്രവചനം വൈറസ് വരുന്നുള്ള വീഡിയോ ആയിരുന്നു. അന്ന് ഞാൻ കഞ്ചാവാണ് ഇവ മണ്ടത്തരാണ് പറഞ്ഞായിരുന്നു. രണ്ടാമത്തെ പ്രവചനം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജിക്കുന്ന, അങ്ങനത്തെ ഇന്ത്യ നോർത്തും സൗത്തും തല്ലുപിടി വിഭജിക്കുന്ന ആയിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കപ്പലപകടം, വിമാനാപകടം തുടങ്ങി ഈ എൻ്റെ ആളുകൾ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് ലൈഫിൽ സംഭവിക്കുന്ന പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രഡിക്ഷൻസ് നടത്തിയിട്ട് എന്തുപകാരം ഉണ്ടാവണമെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ, ഇതിനെക്കുറിച്ച് പഠിച്ചു നോക്കിയപ്പോൾ, പ്രവചനങ്ങൾ നടത്തിയിട്ട് യാതൊരു, ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവുമെന്നോ അല്ലെങ്കിൽ വി ഡി സതീശൻ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുമെന്ന് പ്രവചിച്ചുകൊണ്ട് ഈ ലോകത്തിനോ ആർക്കും ഒരു ഉപകാരമില്ല. ജനങ്ങൾക്ക് പറയാം, അയാൾ പ്രവചിച്ചിട്ടോ അയാൾ സൂപ്പറായിട്ടെന്ന് പറയാം, ഉപകാരമില്ല. ആ സ്ഥാനത്ത് നമ്മൾ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവിൽ നിന്നിട്ട് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ജാതകത്തിൽ നിങ്ങളുടെ ഫാമിലി ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ സംഭവിക്കുന്ന അവരുടെ ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കി ഞാൻ ഫ്യൂച്ചർ പ്രഡിക്ഷൻ കട്ട് ചെയ്ത ഒരാളാണെന്ന് അർത്ഥം. പക്ഷെ എന്നാലും ഞാൻ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈവിലൊക്കെ പോകുന്നുണ്ട്, സൺഡേ ഗിഫ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എന്നാലും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് അവസാനിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഇപ്പോൾ അവസാനിക്കില്ല. ആ യുദ്ധം അവസാനിക്കുന്നത് ഇസ്രായേലിൻ്റെ സെക്കൻഡ് പ്രവാസം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ ആശുപത്രിയിൽ മുഴുവൻ വാങ്ങിച്ചല്ലോ, SRK ഗ്രൂപ്പൊക്കെ കൂടി വാങ്ങിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത ഒരു യുദ്ധം കൂടി ഞാൻ പ്രവചിച്ച പല കാര്യങ്ങളിൽ 2026, 2027, 2028 സമാധാനം ഉണ്ടാവില്ല എന്നാണ്. അടുത്തൊരു വൈറസ് കൂടി ഇനി പ്രവചനം എന്ന് പറഞ്ഞാൽ പുതിയൊരു വൈറസ് വരുന്നുണ്ട്. അത് പല രാജ്യങ്ങളും അത് കീഴടക്കും, അങ്ങനെ വരും. ലോക്ക്ഡൌണും കാരണം ഇല്ലെങ്കിലും പല രാജ്യങ്ങളും കീഴടക്കും. ഇപ്പം ഈ അടുത്ത 2 മാസത്തിനുള്ളിൽ. അപ്പോൾ ഈ യുദ്ധം നിൽക്കും എന്ന് പറയുന്നുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞത് ഇതൊന്നും നിൽക്കാൻ പോകണില്ല. എന്തുകൊണ്ടാണ് യുദ്ധം നടക്കുന്നതും ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നും ഇത് എപ്പോഴും അവസാനിക്കാമെന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന രാജ്യത്തിൻ്റെ, ഇപ്പോൾ യുദ്ധം നടക്കുന്ന രാജ്യത്തിൻ്റെ അവരുടെ നിബന്ധനകൾ, ആ നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രമാണ് അവർ യുദ്ധം നിർത്തുള്ളൂ. അപ്പോൾ ഹോർമസ് കടലെടുക്കൊക്കെ പിടിച്ചെടുക്കും. അതേപോലെ തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇപ്പോൾ ഈ ഭരണം മാറിയതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന, അതായത് അപകടങ്ങളും കാരണം എനിക്ക് ഞാൻ അങ്ങനെ ഇപ്പൊ പ്രവചിക്കാറില്ല കേട്ടോ. കാരണം അത് നമുക്ക് തന്നെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് ഈ അപകടങ്ങളും കാര്യം പ്രവചിക്കുന്ന സമയത്ത്. അപ്പോൾ ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കടല്, അതായത് ശനി എന്ന് പറയുന്ന ഗ്രഹം കടൽ എന്ന് പറയുന്ന മീനം എന്ന് പറയുന്ന കള്ളിയിൽ പോയിരിക്കുന്നത് കൊണ്ട് കടലുമായി ബന്ധപ്പെട്ടും വെള്ളവുമായി ബന്ധപ്പെട്ടും ജലവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ നടക്കുക. അപ്പൊ ചോദിക്കും, എന്താ പ്രശ്നങ്ങൾ മാത്രം പറയാനുള്ളൂ? അല്ല, ഇനി നടക്കുന്ന മാസങ്ങളിൽ, ഇനി വരുന്ന 6 മാസം 7 മാസത്തിനുള്ളിൽ തന്നെ നദീതീരങ്ങളെ കണക്ട് ചെയ്യുന്ന ആ പ്രൊജക്റ്റിൽ സൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നദീതീരങ്ങൾ ഇനിയിപ്പോൾ ട്രാവലിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി, ട്രാഫിക്കും കാര്യങ്ങളും. അപ്പൊ ഇനി ഈ സൈഡ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് നദികളിലൂടെയാണ്. അപ്പൊ കേരള പല നദികളെയും കണക്ട് ചെയ്തുകൊണ്ട് നദികളിലൂടെ ബോട്ട് ഗതാഗതം, അതിലേക്കാണ് ഇപ്പൊ അടുത്ത ചുവടുവെപ്പ്. അതാണ് ഇനി ടൂറിസം കൂടി അതിലൂടെ ഉൾപ്പെടുത്തി അത് വിജയിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംഭവിക്കും. പിന്നെ കടലിലുള്ള പ്രശ്നം, ആ യുദ്ധം തീരണമെങ്കിൽ ഇനിയും 2027 ആവണം അർത്ഥം, അത് തീരില്ല എന്നർത്ഥം. ആ ശനിഗ്രഹം എപ്പോഴാണോ മീനൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് പോണത് അപ്പോഴാണ് ഇത് മാറുള്ളൂ എന്നർത്ഥം. ഒരു പുസ്തകം നമ്മൾ കാണിക്കാന്ന് പറഞ്ഞത്, അപ്പം അതിന്റെ ഒരു ബുക്ക്, ജാതകം, നമ്മൾ എഴുതിയോളും ജാതകം കുറെ പേർക്ക് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞത് കമ്പ്യൂട്ടർ ജാതകം എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു ജാതകം തന്നെയാണ് ഇത് ഒരു പെൺകുട്ടിയുടെ, അഞ്ജന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ജാതകം. ഇപ്പൊ ഇതിന്റെ പേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 47 പേജ് ഉണ്ട്. ഇത്രയും പേരോ ജാതകം? അതാണ് പറഞ്ഞത്, നോക്കി ജസ്റ്റ് നോക്കി നോക്ക്. ഒരു ജാതകം എന്ന് പറയുന്നതാണ്. ഇതിൽ നോക്കിയാൽ ഇതിൽ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടെ ഇതിലുണ്ട്, ക്യാരക്ടർ, സ്വഭാവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ബുക്ക് ഞാൻ പറയുന്നത്, ഈ ബുക്ക് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബുക്കുകൾ 800 രൂപ, 900 രൂപ, 1000 രൂപയൊക്കെ ചിലവുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജാതകം എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഈ നാട്ടിലെ ജ്യോതിഷികളുടെ അടുത്ത് ഒരു ജാതകം എടുക്കാൻ അവർ 1000 മേടിക്കും, 2000 മേടിക്കും. പക്ഷെ നമ്മൾ ഇതുപോലെ പ്രിന്റ് ഒക്കെ ചെയ്തൊരു ബുക്കുകളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ബുക്ക് അടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. ഈ ബുക്ക് നോക്കിയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ അറിയുന്ന ആരാണോ അവനാണ് ജ്യോതിഷി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബുക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തത് ഞാനൊരു ബുക്ക് പ്രകാശനം ചെയ്തു, അതായത് എഴുതി. ഇതില് ക്ലാസ് ആണ്, 90 ദിവസത്തെ ക്ലാസ്. ഒരു സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കൊടുക്കില്ലേ, അതേപോലത്തെ ഒരു ബുക്ക് നമ്മൾ പ്രകാശനം ചെയ്തു. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഒരുപാട് ആസ്ട്രോളജർമാരെ കണ്ടിട്ടില്ലേ, ഇവിടെ ഇന്റർവ്യൂ എടുത്തിട്ടില്ലേ? ഏതെങ്കിലും ഒരു ആസ്ട്രോളജർ ലൈവായിട്ട് ജാതകം നോക്കുകയും
ഇതുപോലെ ഒരു കൊല്ലം 2 കൊല്ലം കൊണ്ടൊരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പുസ്തകം എഴുതി റിപ്പോർട്ട് തയ്യാറാക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഡാറ്റ വരുന്നത് മുകളിൽ നിന്നാണ് ഡാറ്റ വരുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ വരുന്നതല്ലത്, എനിക്ക് മുകളിൽ നിന്ന് ലോഡാവുന്ന മെമ്മറിയാണ്. അപ്പം ഞാൻ ഇത് ലോഡായിട്ടുള്ള മെമ്മറികളിലാണ് ഈ ബുക്ക് എഴുതി വെച്ചിരിക്കുന്നത്. 90 ക്ലാസ് പോലെയാണിത്. ഇനി അടുത്തൊരു ചോദ്യം, ഏതെങ്കിലും ആസ്ട്രോളജർമാർ ഒരു 6 മാസം കൊണ്ട് ഒരു 50ഓളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ച്, അതായത് സ്റ്റുഡൻസ് 500 സ്റ്റുഡൻസ് ഉണ്ട്, ഒരു 500ഓളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് 600-700 സ്റ്റുഡൻസ് ഇപ്പോൾ എനിക്കുണ്ട്. ബാച്ച് 4 നടന്നുകൊണ്ടിരിക്കുക. അതിൽ 50 സ്റ്റുഡൻസ് ജാതകം നോക്കാൻ പറ്റുന്ന രീതിയിലാവുകയും അതിൽ 10 സ്റ്റുഡൻറ്റ് എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുകയും 10ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ മറ്റുള്ളവരെ ജാതകം നോക്കി, അതായത് എന്നേക്കാൾ നന്നായിട്ട്, എങ്ങനെ ഞാൻ ലൈവിലൊന്നും അവർ വരാറില്ല, ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് 10 സ്റ്റുഡൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തു 6 മാസം കൊണ്ട്. വെറും 6 മാസം കൊണ്ട്. കേരളത്തിലെ ഏതെങ്കിലും, ഞാൻ ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്, കേരളത്തിലെ ഏതെങ്കിലും ആസ്ട്രോളജർ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയോ? അവർ പഠിപ്പിക്കുന്നത് ട്രഡീഷണൽ സിസ്റ്റമാണ്. 5 കൊല്ലം 10 കൊല്ലം എടുക്കുന്ന ട്രഡീഷണൽ സിസ്റ്റം ഇപ്പോഴും ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഇതൊക്കെയായിട്ട് പഠിപ്പിക്കണം. ഞാൻ അങ്ങനെയല്ല, ഒരു പുസ്തകമേ തയ്യാറാക്കി തിയറി എന്ന് പേരിട്ട് നമ്മുടെ ഫോട്ടോ വെച്ച് നമ്മളൊരു സിലബസ് ഉണ്ടാക്കി. അത് കാലത്തിനെ അപ്ഡേറ്റ് ചെയ്ത് കാലത്തിനെ ഷോർട്ടാക്കുക. ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, വിമാനം വരുന്നു, ഷോർട്ടാക്കുക. അതായത് ഷോർട്ട് പീരീഡിൽ എത്തിക്കുന്നത് അവൻ ആരാണോ. ഇപ്പം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് യാത്രയാണ്, ആരാണോ ഏറ്റവും സ്പീഡിൽ പോകുന്നത്, ഏത് ട്രെയിനാണോ ഏറ്റവും സ്പീഡിൽ പോകുന്നത്, പൈസ പോയാലും അതിലല്ലേ എല്ലാവരും കയറുള്ളൂ. അതുപോലെ ഏറ്റവും ഷോർട്ട് പീരീഡിൽ 3 മാസം കൊണ്ട് ഒരാൾ ആസ്ട്രോളജർ ആരാണ് ആക്കുന്നതിന്, അങ്ങനെ ജനങ്ങൾ അവൻ്റെ അടുത്തേക്കല്ലേ പോകുള്ളൂ. അവരെ പഠിക്കാൻ ഇല്ലില്ല, വെറും 10,000 രൂപ. ഇനി 10,000 രൂപ ഫീസ് കൊണ്ട് ആ ഫീസിന് ആരെങ്കിലും ഇതുപോലെ കേരളത്തിലോ ഇന്ത്യയിലോ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ശിഷ്യൻ ഞാനാവാൻ തയ്യാറാ. ഞാൻ ആ പുള്ളിയുടെ ശിഷ്യനായിട്ട് കാലിട്ട് വന്നിച്ച് അദ്ദേഹത്തിനെ ഞാൻ ഗുരുവായിട്ട് സമർപ്പിക്കും. അങ്ങനെ ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ പറ്റില്ല. 3 മാസം കൊണ്ട് പഠിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ സോ ഈ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, വായിച്ചു നോക്കാം. അപ്പം സാധാരണഗതിയിൽ ഈ ജ്യോതിഷന്മാർ അല്ലെങ്കിൽ ഈ പൂജാകർമ്മങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് സാധാരണ നല്ല ചിലവാണ്. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ മിത്രചഞ്ചിയുടെ ശിഷ്യന്മാർ ചെയ്യുന്ന പൂജകൾക്കും നല്ല റേറ്റാണ്. അവിടെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൂജ, വഴിപാട്, മന്ത്രം, ആഭിചാരം, കൂടോത്രം നമ്മുടെ തിയറിയിലില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഒരു നിങ്ങളുടെ പ്രോബ്ലം ചന്ദ്രനാണ് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയിൽ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറയാം 100 പേർക്ക് അന്നദാനം കൊടുക്കാൻ നിങ്ങളാവുന്ന പണത്തിന്റെ 10% ഞാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന പണത്തിന്റെ 10-5% എടുത്ത് നിങ്ങളിപ്പോൾ ഉദാഹരണം നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടാവുന്നില്ല, കുട്ടികളില്ലാത്തൊരു പ്രോബ്ലം നിങ്ങൾ അനുഭവിക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അത് തീരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയും. ഇനി ബുധന്റെ കർമ്മ, നിങ്ങൾ IT മേഖലയിൽ തന്നെ ജോലി ചെയ്യണേ, നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നമുണ്ട്, ഭാര്യയും നിങ്ങൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെയാണ്, കറക്റ്റ് ആവുന്നില്ല. അപ്പം ഞാൻ പറയും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ 5% 10% നിങ്ങൾ പഠിച്ച സ്കൂളിൽ, ഞാൻ പഠിച്ച എൻ്റെ നാട്ടിലല്ല, നിങ്ങൾ പഠിച്ച നിങ്ങളുടെ അതേ സ്കൂളിൽ, നിങ്ങൾ പഠിച്ച 5 6 പഠിച്ച സ്കൂളിൽ അവിടെയുള്ള പാവപ്പെട്ട കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് ഒരു 5,000-10,000 രൂപ ചിലവാക്കിയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് പുസ്തകം, പേന, പെൻസിൽ ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ആവും. വിത്ത് ഞാൻ പ്രൂഫ് ഗ്യാരണ്ടി. സോൾവ് ആയില്ലെങ്കിൽ ഞാനിത് ഉപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പൂജയില്ല, വഴിപാടില്ല, മന്ത്രവാദില്ല. പിന്നെ ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകാൻ പറയാറുണ്ട്, ബട്ട് അല്ലാണ്ട് പൂജയും വഴിപാടും മന്ത്രങ്ങളും നമ്മുടെ തിയറിയില്ല. ആ കാലത്തെ അപ്ഡേറ്റ് ചെയ്യുന്നവൻ ആരാണോ, കാലഘട്ടത്തിനെ അപ്ഡേറ്റ് ചെയ്യുന്നവൻ ആരാണോ അവനെ ഇവിടെ പിടിച്ചു നിൽക്കുള്ളൂ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഇവിടെ ഒരുപാട് ആസ്ട്രോളജർമാർ വന്നു പോയിട്ടുണ്ട്. ഇവർക്ക് എത്ര കാലം ഇവിടെ ഉണ്ടാവും? സോ ഞാൻ 1000 കൊല്ലം ജീവിക്കണം, 1000 കൊല്ലം എൻ്റെ പേര് ബുധന്റെ പേര് 2000-3000 കൊല്ലമായിട്ട് ഇവിടെ ഇല്ലേ? ശ്രീനാരായണ ഗുരു ഇവിടെ ഇന്നും ജീവിച്ചില്ലേ മനുഷ്യന്റെ ഉള്ളിൽ ഇല്ലേ? ഓരോരുത്തരും അതുപോലെ സമൂഹത്തിൽ ഇപ്പൊ മുഹമ്മദ് നബി മനസ്സിനുള്ളിലില്ലേ? യേശു ക്രിസ്തു ഇല്ലേ? മനുഷ്യന്മാരില്ലേ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലേ? ഒരുപാട് ഉമ്മൻചാണ്ടി എത്ര കൊല്ലം കഴിഞ്ഞാലും മനസ്സിലുണ്ടാവില്ലേ? ഇതുപോലത്തെ ഒരു മനുഷ്യനാണ് ഞാൻ ആഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ ആ സിസ്റ്റത്തിനെ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഇവർക്ക് പാരമ്പര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്ട് പോകുന്ന രീതി ഞാൻ അപ്ഡേറ്റ് ചെയ്ത രീതി, പിന്നെ പൂജയും വഴിപാടും മന്ത്രങ്ങളും ഇവിടെ കറക്റ്റായി വർക്ക് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു പരിപാടി ഉപേക്ഷിച്ചു. പൂജയും വഴിപാടും മന്ത്രങ്ങളും നമ്മുടെ ഇല്ല. അപ്പൊ എല്ലാ മതക്കാർക്കും അത് അപ്റ്റ് ചെയ്യും, അതാണ് കാര്യം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ എപ്പിസോഡിലേക്ക് വന്നതിന്. നമ്മുടെ ലൈഫിന്റെ എന്താണ് ഒരു എക്സ്റ്റെൻഡ് തൊട്ട് മറ്റേ എക്സ്റ്റെൻഡ് നമ്മുടെ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളെ പറ്റി സംസാരിച്ചു. അല്പസമയം നമുക്ക് ചെലവഴിച്ചതിന് ഒരുപാട് താങ്ക് യു. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഈ വീഡിയോ കാണുന്നവർ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, നല്ലത് മാത്രം ഫോളോ ചെയ്യുക, നല്ലവരെ മാത്രം ഫോളോ ചെയ്യുക, അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. നിങ്ങൾ തന്നെ അന്വേഷിക്കണം സത്യത്തെ പിന്തുടരുക, സത്യത്തിൻ്റെ പാതയിൽ മാത്രം യാത്ര ചെയ്യുക. താങ്ക് യു, നന്ദി, നമസ്കാരം.